അപ്പോൾ ഹായ് ഹലോ, എല്ലാവർക്കും രാവിലെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ 5:50 നേരത്തേനും കട്ടൻ ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ ഇത് ഇന്നലത്തെ മീൻകറി ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. പിന്നെ ചീനിച്ചട്ടി അടുപ്പേ വെച്ച് പഴുത്തിരിക്കുക കേട്ടോ. തീ കുറച്ച് വെക്കട്ടെ. ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ ഇട്ട് നമുക്കത് ഈ വെണ്ടയ്ക്കായും പച്ചമുളക് സവോള ഇതെല്ലാം കൂടി ഒന്ന് മെഴുക്ക് വരട്ടി വയ്ക്കണം. അല്പം ഗരം മസാല അല്ലെങ്കിൽ ഒരു മീറ്റ് മസാല എന്തെങ്കിലും ഒരു അര സ്പൂൺ ഒന്ന് തൂവി കൊടുക്കും കേട്ടോ. അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നല്ലൊരു ടേസ്റ്റാണ് വെണ്ടയ്ക്കയ്ക്ക്. അത് മുട്ട കുത്തി ഒഴിച്ചുണ്ടാക്കിയാലും നല്ല രുചിയുണ്ട് കേട്ടോ. മുട്ട ചേർക്കുന്നില്ല. മുട്ട ചേർത്ത് അപ്പം തന്നെ കഴിക്കണം. പൊതിച്ചോറിനകത്ത് വെച്ചിരിക്കാൻ അതത്ര നല്ലതല്ല. അതുകൊണ്ട് രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നു കേട്ടോ, മുട്ടക്കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ബീൻസ് പയറുണ്ട്, നീളമുള്ള പയറുണ്ട്. അത് കുറേ കിടന്നതാണ്. ഇനി അത് കിടന്നാൽ ചള്ളായിപ്പോവും. എന്നാൽ പിന്നെ സവാളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി ഒതുക്കി ചേർത്തൊരു തോരൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു തോരനും ഒരു മെഴുക്ക് വരട്ടി. പിന്നെ നമുക്ക് ചോറും പൊതി കെട്ടാനായിട്ട് മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു തേങ്ങ ചമ്മന്തിയോ എന്തെങ്കിലും കൂടെ ഒന്ന് വെക്കാൻ സൈഡായിട്ട്. അല്ലെങ്കിൽ അച്ചാർ ഇഷ്ടമില്ല. അച്ചാർ എന്നും ആയിക്കഴിഞ്ഞാൽ സുഖാരില്ല. വല്ലപ്പോഴും അച്ചാർ വയ്ക്കാൻ സമ്മതിക്കുള്ളൂ പിള്ളേർ. ഇല പൊതിക്കകത്താണെങ്കിലും പാത്രപ്പൊതിക്കകത്താണെങ്കിലും ഒക്കെ. അപ്പം നമുക്ക് രാവിലെ ഈ പരിപാടിയൊക്കെ ചെയ്ത് 8 മണിയാകുമ്പോഴത്തേന് നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം ചെയ്യണം. അപ്പം ചുടണം, ചോറ് അടുപ്പിൽ കിടന്ന് വെന്തു വാർക്കാറായി. ഇത് ഇന്നലത്തെ മീൻകറിയാണ്. അതിനൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളം പറ്റിച്ച് അതിനെ അങ്ങ് മാറ്റി വെക്കാം. അതിനെയൊന്നും രാവിലെ വേണ്ട, അതിനെ ഉച്ചയ്ക്ക് എടുക്കാനാണ്. പൊതിക്കകത്തൊന്നും അതും എടുത്തുതരാം. മീൻ വറുത്തതൊക്കെ ആണെങ്കിൽ എടുക്കുള്ളൂ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി കേട്ടോ. ഇത് രാവിലെ പിള്ളേർക്ക് ചോറ് കൊണ്ടാകാനുള്ള കറിയാണ് കേട്ടോ. അതിനുള്ള കറിയാണ്. അല്ലാണ്ട് ഇവിടെ ഇപ്പം വെണ്ടയ്ക്ക കൂട്ടണമെന്നൊരു പ്രത്യേകിച്ച് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചോറും പൊതി കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ 2-3 കൂട്ടം കറികളൊക്കെ വേണം കേട്ടോ. ഇല്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് ഒരു നുള്ളു ഗരം മസാലയും ഒരു നുള്ളു മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി അത്ര ചേർത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് മുട്ടയൊന്നും കുത്തി ഒഴിക്കുന്നില്ല. മുട്ട കുത്തി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പം അതില്ല, മുട്ട ഒഴിക്കാത്ത കറിയാണ്. നന്നായിട്ട് വെള്ളം പറ്റി വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണങ്ങി വന്നു. അപ്പം അങ്ങനെ ഇതൊരു കറി റെഡിയായി കേട്ടോ. ഇനി തോരൻ വയ്ക്കണം. പിന്നെ ഇനിയും ചീനച്ചട്ടി അടുപ്പ് വെച്ചേക്കുക. ഇതിനറിയാം, ഈ സവാള വഴറ്റി മുട്ടയും കൂടെ ചേർത്ത് മുട്ടക്കറി ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ കണ്ടോ, മാവൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. പുളി കുറവാണ്, പക്ഷേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് അപ്പവും ചുടണം, മുട്ടക്കറി ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ അതും ചെയ്യും ഇതിനിടയ്ക്ക്. അപ്പം നമ്മുടെ മുട്ടക്കറിക്കുള്ള ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇച്ചിരി തീ കൂട്ടി വെക്കട്ടെ. അപ്പം ഇത്ര നേരം തീ കുറച്ച് തേക്കുമായിരുന്നു. ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കടുക് ഇട്ടു. ഒരു കുഞ്ഞ് കഷ്ണം കറുവപ്പട്ട, അതുപോലെ തക്കോലത്തിൻ്റെ ഒരു കൊച്ചു കഷ്ണം, ഒരേലക്ക, 3 ഗ്രാമ്പ്, ഇത്രയും സാധനം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ സവോളയും ഉപ്പ് ചേർത്ത് സവോള വഴറ്റി. എന്നിട്ട് ഒരല്പം ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതുണ്ട്, അതിനൊരു കാലം വെള്ളം രാവിലെ തിളപ്പിച്ചങ്ങോട്ട് വെക്കും. അത്യാവശ്യക്കാർക്ക് കുടിക്കാൻ കുടിവെള്ളം കൊണ്ടുപോകാം. പിന്നെ ഇതുപോലെയുള്ള കറികൾക്ക് കുറേശ്ശെ എടുത്ത് ഒഴിക്കാം. തിളച്ച വെള്ളമാണേ. പിന്നെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇട്ട് ചെയ്തപ്പം കാണിക്കാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെ നമ്മുടെ ഫോണും കൈ പിടിച്ചിട്ട് പിന്നെ ഓരോന്ന് പെറുക്കിയിടാനും എണ്ണ ഒഴിക്കാനും കടുകിടാനും അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എല്ലാം കൂടെ ചെയ്തിട്ട് അങ്ങ് കാണിച്ചു കേട്ടോ. വേറെ ഒരാൾ നമുക്ക് വീഡിയോ എടുത്ത് തരുവാണെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാം കാണിക്കാനും പറ്റും. അപ്പം അങ്ങനെ ഒരാൾ എടുത്തു തരാനുള്ള ഒരു സമയത്ത് എല്ലാം ഒന്നേന്ന് കാണിച്ചു തരാം. അല്ലാത്തപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും, കുറച്ച് കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ഇതുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചു. അതിൻ്റെ ആ ഉണ്ണി ആ വശത്ത് വന്ന് കിടന്നു കേട്ടോ. തൊണ്ട് പൊളിച്ചപ്പം അതിങ്ങനെയായിപ്പോയി. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുട്ടയൊന്ന് വരയണം, ചെറുതായിട്ടൊന്ന് വരഞ്ഞ്. പക്ഷേ ഇതൊന്ന് എണ്ണയ്ക്കകത്ത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ കറിക്കകത്തേക്ക് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അതായത് ഒരല്പം മസാലപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ വരഞ്ഞ മുട്ട ഇട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് ഈ കറിയിലേക്ക് എടുത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല, സമയക്കുറവുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ കുറുകി ഉണ്ട്, ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മുട്ടയ്ക്കകത്തേക്ക് ഉപ്പും എരിവും ഒക്കെ കൂടി ഒന്ന് പിടിക്കട്ടെ. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇനി തീ വെച്ചിരുന്ന ചാറ് പിന്നെയും കുറുകിപ്പോകും. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അപ്പം ചൂടാനായിട്ട് ചട്ടി വെച്ചു. നന്നായിട്ട് ചൂടായാണ് ഇരിക്കുന്നത്. എന്താ മാവിനകത്ത് ഉപ്പ് ചേർത്തു കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നമുക്കിത് കോരി ഒഴിച്ച് പാലപ്പം ചൂടാം. അപ്പോൾ രാവിലെ അപ്പമൊക്കെ ചുട്ടു വെച്ചു കേട്ടോ. ലേസപ്പം ചുട്ടു. ലേസപ്പം എന്നൊക്കെ ചില വീഡിയോയിലും കേട്ടതാട്ടോ. അപ്പോഴേ എനിക്കും തോന്നി ശരിയാണല്ലോ, ഇതിൻ്റെ ഈ അരികൊക്കെ ലേസ് പോലെ ഇരിക്കുകയാണല്ലോ എന്ന്. ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഇതിനെ ലേസപ്പം എന്ന് പറയുന്നത് സൈഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പാലപ്പം അല്ലെങ്കിൽ പിന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്, വെള്ളയപ്പം, പാലപ്പം, അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ പറയാറില്ല. അപ്പോൾ ഇതിനെയും കൂടി അങ്ങ് എടുക്കാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഇത് കണ്ടോ, അത്യാവശ്യത്തിനുള്ളതായി കേട്ടോ. ഇനിയുള്ള മാവ് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, മൂടി സൂക്ഷിച്ചങ്ങ് വെച്ചേക്കുവേ. വൈകുന്നേരം അനു ജോലി കഴിഞ്ഞ് വരുമ്പം അത് അപ്പം ചുട്ടിട്ട് വരുന്ന സമയത്ത് ഒരു 6-6:30 ആവും പുള്ളിക്കാരി വരുമ്പോൾ. അപ്പോൾ കഴിച്ചോളൂ. അപ്പോൾ തൽക്കാലത്തേന് രാവിലെ ഇത് മതിയേ. അപ്പോൾ അതിനുള്ള കറികളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ട പൊരിക്കണം, ചോറിനകത്ത് വയ്ക്കാറുണ്ട്. മുട്ട പൊരിക്കണം, പിന്നെ തോരൻ കറി ഉണ്ടാക്കണം. ആ 2 പണിയും കൂടെ ചെയ്താൽ പിന്നെ ഞാൻ പോകാനുള്ള തിരക്കിലാണ്. അതുപോലെ തന്നെ അനുവും പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നും പറയുന്നതാണ്, ഇന്നും അതുപോലെ പറഞ്ഞു പോയി, സാരമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഒന്നൊരുങ്ങി രാവിലത്തെ ഒരു വിശേഷം, അല്ലെങ്കിൽ വൈകിട്ടത്തെ ഒരു വിശേഷം, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം പകൽ ഇവിടെ ഇരിക്കുമ്പം നമ്മുടേതായ കാര്യങ്ങളൊക്കെ കൂടി ഒരു വീഡിയോ എടുക്കുന്നതാണേ. അപ്പോൾ ഞങ്ങൾ അതും അപ്ലോഡ് ചെയ്യും. പിന്നെ എനിക്കൊരു തോരൻ കറിയും കൂടെ വെക്കാനുണ്ട്. അതും കൂടെ വെച്ച് കാണിച്ചിട്ട് പിന്നെ നമ്മൾ റെഡിയാവുക പോകാനായിട്ട്. അനുമോള് ചോറും പൊതിയൊക്കെ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ തോരൻ കറി റെഡിയായിട്ടോ. അതിനരച്ച് തോരനും തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തോരനും മെഴുക്കുവരട്ടിയും രണ്ടും വേണം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എടുത്തു, പച്ചങ്ങാപ്പയറും ബീൻസും രണ്ടും കൂടെ ബാലൻസ് വരുന്ന സാധനം എല്ലാം കൂടെ കൂടിയിട്ടൊരു തോരൻ കറിയും കൂടെ വെച്ചു കേട്ടോ. ഒരു സൂപ്പർ തോരൻ കറി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒക്കെ ഫുള്ളായിട്ട് എടുക്കാൻ. ഇനി രണ്ടാമത് ഇവിടെ വന്ന് കിടന്ന് കറികളൊക്കെ ഉണ്ടാക്കാനൊന്നും പറ്റിയല്ല കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇത് ഞാൻ അനിമോളെ ഏൽപ്പിച്ചിട്ട് പോകും. മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട്. ഇനി ഇത് ഞാൻ 2 കുട്ടി കുട്ടി അപ്പം നിങ്ങൾ ചുട്ടു കേട്ടോ. ഒരു പാഴ്സൽ കൊടുത്തു വിടാനാണ്. നമ്മുടെ ഒരു മുട്ടക്കറിയും അപ്പവും കൂടെ കൂടി. മറ്റേ പാലപ്പം ഈ പാത്രത്തിൽ ഒതുങ്ങുകയല്ല, അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു കുഞ്ഞി അപ്പങ്ങൾ ചുട്ടി വെച്ചു കേട്ടോ. ഒരു 3 അപ്പവും ചുട്ടിട്ടുണ്ട്, ഒരു മുട്ടക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാഴ്സൽ കൊടുക്കാം. ഒരാളില്ല. ഇനി ബാലൻസ് ഉള്ള പണികളൊക്കെ അനുമോള് ചെയ്തിട്ട് ഓഫീസിൽ പോയിക്കോളും. ബാലൻസിന് ചോറ് കെട്ടിയാൽ മതി കേട്ടോ. ചോറും പൊതിയൊക്കെ കെട്ടിയെടുത്ത് അവർ കുളിയും കഴിഞ്ഞ് റെഡിയായി പോകാൻ തുടങ്ങുവാണേ. അപ്പോൾ ഞാൻ ആദ്യം പോകട്ടെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഒരു അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ചോറ് പൊതി കെട്ടാനൊക്കെ ഉള്ളത് ഉള്ളൂ കേട്ടോ. അതൊക്കെ പുള്ളിക്കാരി ചെയ്തോളൂ. രാവിലെ 8 മണിയായി. ഞാൻ സ്റ്റാൻഡ് വിടാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഹായ് ഹലോ.
എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തിരക്കിട്ട പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുവാണേ. അപ്പോൾ നല്ല മഴയായിരുന്നു, അല്പം ശമനമുണ്ട് മഴയ്ക്ക്. അപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുമ്പ് അങ്ങ് എത്താമെന്ന് ഓർത്തൊരു 15-20 മിനിറ്റ് നടക്കാനുണ്ട്. വണ്ടി വിറ്റാൻ കിട്ടിയാൽ വണ്ടിക്ക് പോകും, ഇല്ലെങ്കിൽ നടന്നു പോകും. അപ്പോൾ നമ്മൾ പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞ് തീർക്കട്ടെ കേട്ടോ, സമയക്കുറവ് കാരണം. അപ്പോൾ ശരി, ഓക്കെ, വീണ്ടും പിന്നെ കാണാം.